സൈലത്തിന്റെ സ്വന്തം കോട്ടയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കോട്ടയം ടൗണിൽ പഠിക്കുന്ന നമുക്ക് ഹൈബ്രിഡ് ക്യാമ്പസ് ഉള്ള ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 90% അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമുള്ള ഒരു സ്ഥലമാണ് ഗിരിദീപ. സാർ, മനു സാർ എന്തൊക്കെയാണ് പറയാനുള്ളത്? സാർ, ഇപ്പം നമ്മൾ ഏകദേശം അഡ്മിഷൻ നോക്കുവാണെങ്കിൽ ഏകദേശം 90% സീറ്റോളം നമ്മൾ ഗിരിദീപത്തിൽ ഫില്ലായിട്ടുണ്ട്. അപ്പം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഫില്ലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. സൈലത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു നാടാണ് കോട്ടയം. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് കോട്ടയത്തുള്ളത്. എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നി ഈ ഫില്ലായ 40% സീറ്റും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് റെഫർ ചെയ്ത് വന്ന ആൾക്കാരെന്നുള്ളതാണ് എനിക്ക് ടോട്ടൽ ഫില്ലായ 90%-ൽ 40% ആ സ്കൂളിലെ മക്കളാണ് പറഞ്ഞത്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു അഡ്വാൻറ്റേജും കൂടെ. കാര്യം അത്രയും നല്ല ക്ലാസ്സുകൾ കൊടുക്കും. അവർ പക്ഷേ നമ്മളെ കേൾക്കുന്നുണ്ടോ ഇപ്പൊ ഇത് പറയുന്നത്? അപ്പൊ നമ്മളെ കൂടെ രണ്ട് മക്കളുണ്ട്. രണ്ടുപേരും ഒന്ന് പരിചയപ്പെടാം. ആദ്യം മോന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്ത്. ഫസാൻ മുഹമ്മദ് ഇക്ബാൽ. യെസ്. അപ്പൊ എവിടുന്നായിരുന്നു? സ്റ്റേറ്റ് ആയിരുന്നു, CBSE ആയിരുന്നു നേരത്തെ? നീറ്റോ ജെഇഒ മോൻ പ്രിഫർ ചെയ്യുന്നത്? നീറ്റ് ആണ്. ഫ്യൂച്ചർ ഡോക്ടർ ആവാൻ വേണ്ടി പോകും. അടിപൊളിയാക്കൂലേ? ഇഷ്ടമായിരുന്നോ? പണ്ട് മുതലേ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? ചെറിയ പ്രായം മുതലേ, ആദ്യം മുതലേ ഉണ്ട്. പാഷൻ കൊണ്ടാണ് വന്നത്. ഓക്കെ. അപ്പം സൈലം പ്രിഫർ ചെയ്തു, അടിപൊളിയായിട്ട് തകർക്കണം. ഓൾ ദി ബെസ്റ്റ്. അപ്പം അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. മോൾ എവിടുന്നാണ് വരുന്നത്? പറയും മോൾ. പേരെന്തായിരുന്നു? ഓക്കെ. സ്റ്റേറ്റ് ആയിരുന്നു, CBSE ആയിരുന്നു? നീറ്റോ ജെഇഒ? നീറ്റ് ആയിരുന്നു. ഓക്കെ. അപ്പം ഡോക്ടർ ആവാൻ വേണ്ടി രണ്ട് ഫ്യൂച്ചർ ഡോക്ടർമാരാണ് നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. ഗിരിദീപത്തിൽ അഡ്മിഷൻ എടുത്ത് ഇന്ന് കോട്ടയത്ത് നിന്ന് ഇവിടെ കോഴിക്കോടൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം അവരിവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അടിപൊളിയാക്കണം, തകർക്കണം. ഓക്കെ. രണ്ടുപേരും ഉഷാറാക്കണം. രണ്ടുപേരും മാത്രമല്ല, അല്ല സാർ. 11, 12 എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നന്നായി പഠിക്കുക, തകർക്കുക. മനസ്സാരും ടീമും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ ഉണ്ടാകും. അടിപൊളിയാക്കുക. ഓൾ ദി ബെസ്റ്റ്.